ഗുഡ് മോർണിംഗ് കോഴിക്കോട്. ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഗുഡ് മോർണിംഗ്. താങ്ക് യു. റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഇതുപോലെ കേട്ടപ്പോൾ ഞാൻ BOP-ലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് വേറെ പണിയൊന്നും ഇല്ല എന്നാണ്. മെത്തക്കച്ചവടത്തിന് ഇറങ്ങിക്കാണോ, കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ലളിത എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജറാണ്, റിട്ടയർ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു വയസ്സാങ്കാലത്ത് പോലീസ് പിടിച്ചിട്ട് വേണം, ഞാൻ വരില്ല കേട്ടോ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഈ ബാറ്റോറിയം ബിസിനസ്സിനെ കുറിച്ച്, ബിസിനസ് അല്ല പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ ഞാൻ ഇതേപോലത്തെ മറുപടിയും ഒരു നാഗവല്ലിയായി മാറുമായിരുന്നു. കാരണം ചെയ്യുന്നവരെ കൊണ്ടും ചെയ്യിപ്പിക്കാതിരിക്കാന്നായിരുന്നു എൻ്റെ ഒരു കടമ. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നല്ല രീതിയിൽ ഇത് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന്, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത് തരാൻ എത്ര ശ്രമിച്ചിട്ടും ഞാനിത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ദൈവം എന്നെ നല്ല രീതിയിലൊന്ന് വീഴ്ത്തി. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ ഫ്ലാറ്റിൽ തലയിടിച്ച് വീണ് എൻ്റെ ബ്രെയിനിൻ്റെ നെർവ് ഡാമേജ് ആയിപ്പോയി, തലച്ചോറിൽ നെർവ് ഡാമേജ് ആയിപ്പോയി. ന്യൂറാൾജിയ എന്നൊരു കണ്ടീഷനാണ്. ഗൂഗിൾ ചെയ്താൽ അറിയാം എൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. പക്ഷേ ഈ പ്രോഡക്റ്റ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ബാൻഡ് ഉണ്ട് നെറ്റി കെട്ടിയ മൈഗ്രെയിൻ മാറുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഇൻവാറ്റോറിയം. ഞാൻ പറഞ്ഞു ചേച്ചിയും തുടങ്ങി ഈ പരിപാടി. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെടുത്ത് വാശി കളയും മഞ്ജു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ തന്ന് വെറും ആ വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റു. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റ് റിസൾട്ട് എനിക്ക് ഒരു ബ്രെയിൻ നെർവ് ഡാമേജ് വെറും 8 മണിക്കൂർ കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത്. അതിനുശേഷം ഞാനിത് ഏറ്റെടുത്ത് പല ആൾക്കാർക്കും സ്ട്രോക്ക് വന്ന് തളർന്ന്, ഭാര്യ നേരത്തെ പറഞ്ഞ ഞാൻ 4 കൊല്ലം സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ബെഡ് റിഡനായി പോയ ആളെ കൊണ്ട് 6ാമത്തെ ദിവസം എഴുന്നേൽപ്പിച്ച് നടത്താൻ എൻ്റെ കൈകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക് വന്ന് പബ്ലിക്കില് പൊതുസ്ഥലത്ത് സ്ട്രോക്ക് വന്ന് വീണ് മരിച്ചുപോയി എന്ന് കരുതിയ ഒരു KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടി, അല്ലാണ്ട് സ്ട്രോക്ക് വന്ന് എൻ്റെ മുൻപിൽ വീണ് 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇതേ ബാൻഡ് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ റിസൾട്ട് ഷെയർ ചെയ്യുന്ന വേറെ ആരുടെ, എല്ലാവർക്കും ദീപക് ദേവിനെ അറിയാം അല്ലേ? സംഗീത സംവിധായകൻ ദീപക് ദേവ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 30 കൊല്ലമായിട്ട് ഞങ്ങൾ കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ദീപുവിൻ്റെ അടുത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ശരി മഞ്ജു താന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ കണ്ടു നിങ്ങളല്ലേ. പക്ഷെ ദീപക് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അവൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവനത് നോർമൽ വെള്ളമൊന്നും കുടിക്കലില്ല, ബാങ്ക് കെട്ടലില്ല, ഒന്നുമില്ല. ബെഡിൽ കിടക്കുമായിരുന്നു. ഇടയ്ക്ക് വലിയ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറച്ചിലേ ഉള്ളൂ. പക്ഷെ അവൻ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവൻ്റെ വീട്ടിൽ ഗോൾഡൻ റിട്രീവർ 2 നായ്ക്കളുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഈ ബെഡ് മുറിയിൽ പൂട്ടിയിട്ടു നായ. കാരണം ചില ആൾക്കാർക്ക് നായ ഇഷ്ടമല്ലല്ലോ. പൂട്ടിയിട്ടപ്പോൾ ആ നായ എന്ത് ചെയ്തു, ദീപകിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അതിൽ പോയി മൂത്രമൊഴിച്ചു. അപ്പം അതിനുശേഷം ദീപകിന് വയ്യായികം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ വിളിച്ചു ചോദിച്ചു ഞാനത് യൂസ് ചെയ്യാമോ, ഇങ്ങനെ നായ മൂത്രമൊഴിച്ചത് കഴുകിക്കോട്ടെ. ഞാൻ പറഞ്ഞു കഴുകാനൊന്നും പറ്റില്ല ദീപു, കഴുകിയാൽ എൻ്റെ മാഗ്നറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ആവും, കഴുകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കാര്യമായിട്ട് എടുത്തില്ല. ഒരു 3 ആഴ്ച മുൻപ് ദീപു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മഞ്ജു എനിക്ക് തീരെ വയ്യ, ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞരമ്പ്, അവൻ്റെ ബ്രെയിൻ നെർവ് ഓടുന്ന ഞരമ്പിൻ്റെ ഇവിടെ കംപ്രഷൻസ് വന്നു തുടങ്ങി, തീരെ വയ്യ. അപ്പോൾ അവനാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംഗീത സംവിധായകൻ ദീപക് ദേവാണ്. അപ്പം ഇപ്പോൾ വർക്ക് കൂടുതലാണ്, വർക്ക് ലോഡ് കൂടുതലാണ്. നിങ്ങൾക്കറിയാം ഒരു സംഗീതജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 വിരലുകളും ഇന്ന് ദീപകിന് തരിപ്പും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു മഞ്ജു എനിക്കിത് പ്രോഡക്റ്റ് എന്താ ചെയ്യാം, ഞാൻ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ നോർമലാണ് കൊടുത്തത്. നോർമൽ ഒരു പ്രോഡക്റ്റാണ് വീട്ടിൽ എൻ്റെ മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദീപു ഡോക്ടേഴ്സ് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ബുധനാഴ്ചയാണ് ഈ പ്രോഡക്റ്റ് കൊടുത്തത്. വൈകിട്ട് വ്യാഴാഴ്ച തൊട്ടാണ്, വ്യാഴാഴ്ച ഒരു ദിവസം യൂസ് ചെയ്തു.
വെള്ളിയാഴ്ച ദീപു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മഞ്ജു ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, സത്യം പറയാലോ, ഞാൻ മഞ്ജു എനിക്ക് ആ പ്രോഡക്റ്റ് തന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, മുൻപത്തെ പ്രോഡക്റ്റ് മഞ്ജുവിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിക്കുമ്പോൾ പറയും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലെയാണ് ഞാൻ എനിക്ക് വേണ്ടി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ അവൻ അന്ന് കാലത്ത് എന്നോട് ബാൻഡ് മുറിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് ബാൻഡ് കെട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച കാലത്ത് വിളിച്ചിട്ട് പറയാണ്, മഞ്ജു ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി ഈ പ്രോഡക്റ്റ്, ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യട്ടെ. ഞാൻ എന്താന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ വിരലുകൾ എനിക്ക് അനക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അവൻ്റെ ആ വിരലിലുള്ള തരിപ്പ് അത് ഭയങ്കരമായിട്ട് അവനത് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വിളിച്ചു, അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ് എനിക്കൊന്ന് തരുമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ പ്രീമിയം പ്രോഡക്റ്റ് നാളെ ദീപുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഞരമ്പിൻ്റെ ആ വേദന, ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞാലും ആ ഒരു ഞരമ്പിലേക്കുള്ള എന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള കഴുത്തിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറി എന്നാണ് ദീപക് എന്നോട് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇനി ഇതിൽ കൂടുതൽ റിപ്ലൈ ഒന്ന് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ആ തീരാവേദന ഒരിക്കലും എന്താ കാരണം ഞാൻ പേഴ്സണലി അത് അനുഭവിച്ചാണ്. എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിൽ ആൻറ്റീനെ തിരിച്ചു വിളിക്കാൻ ഞാൻ മറക്കുന്നു. എന്നെ എപ്പോഴും വീഡിയോ കോളിലാണ് വിളിക്കണേ. എന്തോ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് വിളിക്കുന്നു. ഞാൻ കാര്യമായിട്ട് എടുത്തിരുന്നില്ല ആൻറ്റിയുടെ കോൾസ്. പക്ഷെ ഒരു ദിവസം ഞാൻ ഫ്രീ ആയപ്പോൾ ഞാൻ ആൻറ്റിയെ വിളിച്ചു. അപ്പൊ ആൻറ്റിയുടെ മകളാണ് ഫോൺ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, വിമലാൻറ്റി എന്ത് ചെയ്യുന്ന ചോദിച്ചു. പറഞ്ഞു, അയ്യോ ചേച്ചി, എൻ്റെ മമ്മി ഇന്നലെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അത് എനിക്കൊരു എന്താ പറയണേ, ഇനി ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ ആൻറ്റിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾക്ക് ചുറ്റും എത്ര പേര്. അപ്പൊ നമ്മൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ ആൻറ്റി മരിച്ച 2 ദിവസത്തിനുള്ളിൽ തന്നെയാണ് എൻ്റെ ഒരു ഫാമിലിയിൽ ഗെറ്റ് ടുഗെദർ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങി. ആ വീട്ടിലെ മരുമകള് 30 വയസ്സേ ഉള്ളൂ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഇന്ന് ആ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങിയതാണ്. അറിയാം അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുന്നു. ആ കുട്ടീനെ ഇന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കാരണം ആ കുട്ടി സംസാരിക്കുന്നില്ല, ആരോടും സംസാരിക്കാത്തൊരവസ്ഥയിലേക്ക്. നമ്മൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ ഒരു തിരിച്ച് നമ്മൾക്ക് സമൂഹത്തിനോട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ബിസിനസ് ചെയ്യാൻ പോകാൻ നേരം എന്നെ പോലത്തെ കുറെ നാഗവല്ലിമാരെയും ഒക്കെ കാണും. പല ആൾക്കാരും ചോദിക്കും, ആളെ ചേർക്കുന്ന ബിസിനസ് അല്ലേ? എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് MLM അല്ലേ, ആളെ ചേർക്കുന്ന ബിസിനസ് അല്ലേ? എനിക്ക് തിരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കേണ്ട ഒറ്റൊരു ചോദ്യമാണ്. കോഴിക്കോട് ലുലു ഉണ്ട് അല്ലേ? ഈ ലുലു എന്ന് പറഞ്ഞ സ്ഥാപനം തുറന്നിട്ടേക്കുന്നത് പശുവിനും ആടിനും ഒക്കെ വന്ന് ഷോപ്പ് ചെയ്യാനാണോ? ആണോ? മനുഷ്യന് വേണ്ടിയിട്ടാ അല്ലേ? അപ്പൊ മനുഷ്യൻ വേണം. മനുഷ്യനുണ്ടെങ്കിലേ, മനുഷ്യനുണ്ടായതുകൊണ്ടാണ്, മനുഷ്യർ ഷോപ്പ് ചെയ്യാൻ കയറിയതുകൊണ്ടാണ് ലുലു ഇന്ന് വലിയൊരു സാമ്രാജ്യമായത് അല്ലേ? ഒരു ഓട്ടോ ഓടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിനകത്ത് നായ കയറി സഞ്ചരിക്കുന്ന അല്ല, മനുഷ്യൻ കയറി സഞ്ചരിക്കണം അല്ലേ? അപ്പോൾ ആകെ ഒരു വ്യത്യാസം എന്താണ്? ലുലുവിൽ ഒരു ഓഫർ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് വാങ്ങിച്ചു, 3 സാരി വാങ്ങിച്ചപ്പോൾ 2 സാരി ഫ്രീ. നിങ്ങൾ 10 പേരോട് പറഞ്ഞു കൊടുത്തു, അവരും പോയി സാരി വാങ്ങിച്ചു. എന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് അവിടെ കൗണ്ടറിൽ പറയാ 10 ഫ്രണ്ട്സ് എൻ്റെ സാരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വല്ല കമ്മീഷൻ തരുമോ? ഇല്ല. പക്ഷെ ഈ വാട്ടോറിയം അല്ലെങ്കിൽ MLM എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡസ്ട്രിയുടെ പവർ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു 10 പേർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് മാഷ MLM. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നുവോ, നിങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാതെ എനിക്ക് നന്നാവണമെന്ന് സ്വയം തീരുമാനിക്കുന്നുവോ, അന്ന് മാത്രമേ നിങ്ങൾക്ക് നന്നാവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.